നമസ്കാരം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെയും ഇന്ന് നിർണായക ദിവസം തന്നെയാണ്. ഇന്ന് രണ്ട് ഹർജികളാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് മുന്നിൽ എത്തുന്നത്. ഒന്ന്, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്ക് CMRL നിന്നും 1,72,00,000 രൂപ മാസപ്പടി വാങ്ങി എന്നുള്ള കേസിൽ SFIOയുടെ സമൻസിനെ തുടർന്ന് വീണ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന സ്റ്റേ ഹർജിയിൽ ഇന്ന് വാദം കേൾക്കുന്നു. രണ്ട്, സംസ്ഥാന സർക്കാരിന്റെ വ്യവസായ വകുപ്പിന് കീഴിലുള്ള KSIDC എന്ന സ്ഥാപനം അവരുടെ സ്ഥാപനത്തിൽ നടക്കുന്ന സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ റെയ്ഡുകളും അന്വേഷണവും നിർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കഴിഞ്ഞ ആഴ്ച നൽകിയിരുന്ന ഹർജി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കർണാടക ഹൈക്കോടതിയിൽ ജസ്റ്റിസ് നാഗപ്രസന്നയുടെ ബെഞ്ചിലാണ് വീണ വിജയന്റെ ഹർജി എത്തുന്നത്. കർണാടകയിലെ പ്രശസ്തനായ അഭിഭാഷകൻ മനു പ്രസാദ് കുൽക്കർണിയാണ് വീണ വിജയന് വേണ്ടി കർണാടക ഹൈക്കോടതിയിൽ ഹാജരാവുക. കേരളത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഈ കേസിൽ ഇന്ന് ഏത് തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടാവുക എന്നുള്ളത് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല. സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം സംസ്ഥാന സർക്കാർ സ്ഥാപനമായ KSIDCയിൽ തുടരുന്നതിനിടയിൽ തന്നെയാണ്, അല്ലെങ്കിൽ സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് KSIDCയിലേക്ക് എത്തുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെയാണ് KSIDC ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇത് ഏത് വിധേനയും ഈ പരിശോധനകൾ നിർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്, ചുരുങ്ങിയത് 2 ദിവസത്തേക്കെങ്കിലും നിർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചത്. ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ KSIDC അഭിഭാഷകനോട് ചോദിച്ചത് KSIDCക്ക് ഏതെങ്കിലും തരത്തിൽ ഈ അന്വേഷണത്തിൽ എന്തെങ്കിലും ഒളിക്കാനുണ്ടോ എന്നാണ്. യാതൊന്നും ഞങ്ങൾക്ക് ഒളിക്കാനില്ല എന്നായിരുന്നു KSIDCയുടെ അഭിഭാഷകന്റെ വാദം. എങ്കിൽ പിന്നെ അന്വേഷണം നടക്കട്ടെ, സർക്കാർ സ്ഥാപനങ്ങളെല്ലാം സുതാര്യമായിരിക്കണം എന്നതായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ അഭിപ്രായം. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഈ നിരീക്ഷണം KSIDCക്കും മുഖ്യമന്ത്രിക്കും കിട്ടിയ കനത്ത തിരിച്ചടി തന്നെയാണ് എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. സിറ്റിംഗിന് 25 ലക്ഷം രൂപ വില വരുന്ന ഒരു സിറ്റിംഗിന് 25 ലക്ഷം രൂപ കൊടുത്ത് സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകനായ CS വൈദ്യനാഥനെ തന്നെയാണ് KSIDCക്ക് വേണ്ടി മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും രംഗത്തിറക്കിയത്. എന്നാൽ ആ ഹർജി അന്ന് മാറ്റിവെക്കുകയും പിന്നീട് 12-ാം തീയതി പരിഗണിക്കുകയാണ്. 12-ാം തീയതി വാദം കേൾക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹർജി അന്ന് മാറ്റിവെക്കുകയായിരുന്നു. ഇന്ന് ഹർജി വീണ്ടും പരിഗണിക്കും. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഈ ഹർജി വീണ്ടും പരിഗണിക്കും എന്നുള്ളത് തന്നെയാണ് അറിയുന്നത്. KSIDCയിൽ സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണം തുടരണമോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തീരുമാനിക്കും. ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഏത് തരത്തിലുള്ള തീരുമാനമാണ് ഉണ്ടാവുക എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും മുഖ്യമന്ത്രിയുടെ ഭാവി നിർണ്ണയിക്കുക എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്ന അഭിപ്രായങ്ങൾ. ഇത് തന്നെയാണ് വീണയുടെ ഹർജിയിലും ഉള്ളത്. വീണയുടെ ഹർജിയിൽ അവർ എടുത്തു പറഞ്ഞിരിക്കുന്നത് സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷന്റെ സമൻസ് നോട്ടീസ് കൂടി അതിൽ ചേർത്തുകൊണ്ടാണ് വീണ ഹർജി നൽകിയിരിക്കുന്നത്. അതായത് സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണയ്ക്ക് ഹാജരാകാൻ വേണ്ടി, അല്ലെങ്കിൽ വീണയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ ചോദിച്ചുകൊണ്ട് സമൻസ് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ സമൻസ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതിയിൽ വീണ വിജയൻ സ്റ്റേ ഹർജി കൊടുത്തിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രമുഖമായിട്ടുള്ള കാര്യങ്ങൾ, സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വരുന്നതിന് മുമ്പ് ബംഗളൂരു ROC, അതായത് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസി ROC, രജിസ്റ്റർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം വീണ വിജയൻ നേരിട്ട് തന്നെയാണ്. അവർക്ക് കൃത്യമായ രീതിയിൽ ഇതിന് ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. വീണ്ടും ഒരേ കേസിന് തന്നെ 2 ഏജൻസികളുടെ അന്വേഷണത്തിന്റെ സാങ്കത്യം എന്താണ്, അതിന്റെ സാധുത എന്താണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കർണാടക ഹൈക്കോടതിയിൽ വീണ വിജയൻ സ്റ്റേ ഹർജി കൊടുത്തിരിക്കുന്നത്. ഒരേ കേസിൽ 2 ഏജൻസികളുടെ അന്വേഷണം ഒരേ സമയത്ത് തുടരുന്നതിന്റെ സാധുത എന്താണ്, അതിന്റെ നിയമസാധുത ആരാഞ്ഞുകൊണ്ട് തന്നെയാണ് കർണാടക ഹൈക്കോടതിയിൽ വീണ വിജയൻ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും കർണാടക ഹൈക്കോടതി ഏത് രീതിയിലാണ് ഈ കേസ് പരിഗണനയ്ക്ക് എടുക്കുക എന്നുള്ളത് നിയമവൃത്തങ്ങളിൽ ആശങ്കയുളവാക്കിയിരിക്കുന്ന കാര്യം തന്നെയാണ്. KSIDC കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ തള്ളുകയും, എന്തിനാണ് നിങ്ങൾക്ക് ഒളിക്കാൻ ഒന്നുമില്ലെങ്കിൽ പിന്നെ ഭയപ്പെടുന്നത് എന്തിനാണ്, അന്വേഷണ ഏജൻസികൾ അവരുടെ ജോലി ചെയ്യട്ടെ, സർക്കാർ ഏജൻസികൾ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങൾ എപ്പോഴും സുതാര്യമായിരിക്കണം, അതുകൊണ്ട് കണക്കും കാര്യങ്ങളും അവർ ചോദിക്കുന്നത് കൊടുക്കുന്നതിന് എന്താണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത്, എന്താണ് നിങ്ങൾക്ക് ഒളിച്ചു വെക്കാനുള്ളത്. ഈ രീതിയിൽ ഈ പശ്ചാത്തലം കൂടി
അതായത് കേരള ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണം കൂടി കർണാടക ഹൈക്കോടതി പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായും വീണ വിജയന്റെ ഹർജി പരിഗണിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് കർണാടക ഹൈക്കോടതിയിൽ നിന്നും ഈ സ്റ്റേ ഹർജി തള്ളുകയാണെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെയും വീണ വിജയന്റെയും ഭാവി തന്നെ അവതാളത്തിലാക്കുന്ന കാര്യം തന്നെയാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഒരു വേള കർണാടക ഹൈക്കോടതി വീണ വിജയന്റെ ഹർജിയിൽ ഉചിതമായ തീരുമാനമെടുക്കുകയാണെങ്കിൽ വീണ വിജയന് ഈ കേസിൽ ഒരു സാവകാശം കിട്ടും എന്നുള്ളത് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കർണാടക ഹൈക്കോടതി നോട്ടീസ് അയക്കാൻ തയ്യാറുണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത്. ഏതായാലും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് വേണ്ടി ഹാജരാകുന്ന വക്കീലും വളരെ പ്രശസ്തനായ അതിവിദഗ്ധനായ വക്കീൽ തന്നെയാണ് എന്നുള്ളതാണ് അറിയുന്നത്. തന്റെ കൈകൾ ശുദ്ധമാണ്, തന്റെ മടിയിൽ കനമില്ല, അതുകൊണ്ട് തനിക്ക് വഴിയിൽ ഭയമില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വീണ വിജയന്റെ മാസപ്പടി വിവാദം നിയമസഭയിലും നിയമസഭയ്ക്ക് പുറത്തും ഉയർന്നു വന്നപ്പോൾ മുഖ്യമന്ത്രി ഇത് തന്നെയാണ് സഭയ്ക്കകത്തും പുറത്തും പറഞ്ഞത്. തന്റെ കൈകൾ ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, എന്റെ കൈകൾ ശുദ്ധമാണ്, തെല്ലൊരു അഹങ്കാരത്തോടുകൂടി അഹന്തയോടുകൂടി തന്നെ ഞാനിത് പൊതുജനങ്ങളോട് വിളിച്ചു പറയും, കാരണം എന്റെ മടിയിൽ കനമില്ല എന്നൊക്കെ പറയുന്ന മുഖ്യമന്ത്രി പിന്നെ എന്തിനാണ് ഒരു അന്വേഷണ ഏജൻസിയുടെ നോട്ടീസ് തന്റെ മകളുടെ കമ്പനിയുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ മകളെ കൊണ്ട് കർണാടക ഹൈക്കോടതിയിൽ എന്തുകൊണ്ട് ഹർജി കൊടുപ്പിച്ചു, സ്റ്റേ ഹർജി കൊടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി പറയുന്നത് ശരിയല്ല, മുഖ്യമന്ത്രിയുടെ മകളുടെയോ മടിയിൽ കനമുണ്ട്, കൈകൾ ശുദ്ധമല്ല എന്ന് വേണം ഈ നടപടിയിലൂടെ മനസ്സിലാക്കാൻ എന്നാണ്. അല്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പറയുന്നത് പോലെ അവരുടെ കൈകൾ ശുദ്ധമാണ്, അവരുടെ മടിയിൽ കനമില്ല എന്നുണ്ടെങ്കിൽ ഏത് അന്വേഷണ ഏജൻസിയും വന്നുകൊള്ളട്ടെ, അന്വേഷിക്കട്ടെ എന്നുള്ള നിലപാടല്ലേ കൈക്കൊള്ളേണ്ടത് എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികളടക്കമുള്ള രാഷ്ട്രീയ കക്ഷികളും ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ എന്തോ കൃത്യമായി ഒളിക്കാനുണ്ട്, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും എന്തോ കാര്യമായി തന്നെ ഒളിക്കാനുണ്ട്, അവർ ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കർണാടക ഹൈക്കോടതിയിൽ ഹർജിയുമായി പോയത്. അതിന് മറ്റൊരു കാരണം കൂടി നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. കർണാടക ബംഗളൂരുവിലാണ് വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേരളത്തിലാണ് അവരുടെ പ്രവർത്തനം മുഴുവൻ നടന്നിരിക്കുന്നതെങ്കിലും ബംഗളൂരു ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിനാലാണ് കർണാടക ഹൈക്കോടതിയിൽ വീണ വിജയൻ സ്റ്റേ ഹർജിയുമായി പോയത് എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് സാങ്കേതികമായി ശരിയാണെന്നുണ്ടെങ്കിലും KSIDC എന്ന സ്ഥാപനത്തിന് കേരള ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയ തിരിച്ചടി തന്നെയാണ് വീണ വിജയനെ കർണാടക ഹൈക്കോടതിയിലേക്ക് ഹർജിയുമായി പോകാൻ പ്രേരിപ്പിച്ചത് എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതെന്ത് തന്നെയായാലും ഇന്നത്തെ രണ്ട് ഹൈക്കോടതി ഉത്തരവുകളും വീണ വിജയനും പിണറായി വിജയനും വളരെ നിർണായകം തന്നെയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒരുപക്ഷെ പിണറായി വിജയൻ മാറി നിൽക്കേണ്ട അവസ്ഥ തന്നെ ഇതിലൂടെ ഉണ്ടായേക്കാം. കാരണം കർണാടക ഹൈക്കോടതി വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം അനുവദിച്ചുകൊണ്ട് ഒരു ഉത്തരവിടുകയാണെങ്കിൽ തീർച്ചയായും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണ വിജയനിലേക്കും എത്തിച്ചേരും. അവരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ അല്ലെങ്കിൽ അവരാവശ്യപ്പെടുന്ന കൃത്യമായ രേഖകൾ വീണ വിജയന് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ കുറ്റാരോപിത അല്ലെങ്കിൽ കുറ്റക്കാരി എന്ന് ആരോപിക്കുന്ന വീണ വിജയനെ അറസ്റ്റ് ചെയ്യുവാൻ വരെയുള്ള അധികാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിനുണ്ട് എന്നറിയുമ്പോഴാണ് സംഭവത്തിന്റെ ഗൗരവം ഏറെ മാറുന്നത്. അതായത് വീണ വിജയനെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് തന്നെ ആ സ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രി മാറി നിൽക്കേണ്ടതായി വരും, യാതൊരു സംശയവുമില്ല. തന്നെയുമല്ല KSIDC എന്ന സ്ഥാപനത്തിന് നേരെയും ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിപരീത പരാമർശം ഹൈക്കോടതിയിൽ നിന്നും ഇന്നുണ്ടാവുകയാണെങ്കിൽ അതും സംസ്ഥാന മന്ത്രിസഭയുടെ തലവൻ എന്ന രീതിയിൽ സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിൽ അഴിമതി നടന്നു എന്ന് തെളിയിക്കപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെങ്കിൽ അത് മുഖ്യമന്ത്രിക്കും വലിയ തലവേദനയായിരിക്കും. മുഖ്യമന്ത്രി ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് തലസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ ബാധ്യസ്ഥനായിരിക്കും. വ്യവസായ വകുപ്പ് മന്ത്രിയായ P. രാജീവനും അത് വെല്ലുവിളിയായിരിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തു തന്നെയായാലും ഇന്നത്തെ രണ്ട് ഹൈക്കോടതികളുടെയും ഉത്തരവുകൾ അല്ലെങ്കിൽ വിധികൾ ഇന്ന് മുഖ്യമന്ത്രിക്കും വീണ വിജയനും നിർണായക ദിനം തന്നെയാണ്. അവരുടെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയന്റെ കസേരയ്ക്ക് ഇളക്കം തട്ടുന്ന തരത്തിൽ തന്നെ ഒരു നിർണായകമായ ഉത്തരവ് ഹൈക്കോടതികളിൽ നിന്നുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും പിണറായി വിജയൻ മാറി നിൽക്കേണ്ടതായി വരും എന്ന് തന്നെ പറയപ്പെടുന്നു. CPM-നകത്ത് തന്നെ ഇപ്പോൾ പിണറായി വിജയനെതിരെ അസ്വാരസ്യങ്ങൾ പുകഞ്ഞു തുടങ്ങിയിരിക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ മാറി നിന്ന് വീണ വിജയന്റെ അന്വേഷണം കഴിയുന്നതുവരെ തൽസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ CPM-ന്റെ അണികൾക്കിടയിൽ നിന്ന് പോലും ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. അതായത് പിണറായി വിജയനെയും മകളെയും ന്യായീകരിക്കാൻ ഇപ്പോൾ CPM സൈബർ തൊഴിലാളികളോ ന്യായീകരണ തൊഴിലാളികളോ പഴയതുപോലെ രംഗത്തെത്തുന്നില്ല എന്നുള്ളതാണ് കാണാൻ കഴിയുന്ന കാഴ്ച. അതെന്ത് തന്നെയായാലും ഇന്ന് ഉച്ചയോടുകൂടി രണ്ട് ഹൈക്കോടതികളിൽ നിന്നും നിർണായകമായ വിധി പ്രസ്താവം ഉണ്ടാവും എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. കേരളവും കർണാടകയും ഈ
നിർണായകമായ വിധി പ്രസ്താവത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. വരും മണിക്കൂറുകളിൽ അതിന്റെ വിശദാംശങ്ങൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്ന് തന്നെ ഞങ്ങളും വിശ്വസിക്കുന്നു.